വികസിത സംസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളം ഇന്ന് വിചിത്രമായ ചില സാമൂഹിക സാമ്പത്തിക വൈരുദ്ധ്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്ന അധ്യാപകർ ശമ്പളമില്ലാതെ തെരുവിലിറങ്ങുമ്പോൾ, മറുഭാഗത്ത് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുടെ വേതനം 10 ഇരട്ടി വർദ്ധിപ്പിക്കുന്ന സർക്കാർ നയം ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു: ഗുരുക്കന്മാർക്ക് പട്ടിണി, കുറ്റവാളികൾക്ക് ലാളന. ഇതോ കേരള മോഡൽ? ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഒരു നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ്. ഇതിൽ ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്നത് അധ്യാപകരാണ്. എന്നാൽ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലും മറ്റും വർഷങ്ങളായി ജോലി ചെയ്തിട്ടും നിയമന അംഗീകാരമോ ശമ്പളമോ ലഭിക്കാത്ത 10,000-കണക്കിന് അധ്യാപകരുണ്ട്. ഗുരുവിനെ പട്ടിണിക്കിടുന്നത് പാപമാണ് എന്ന ചിന്താഗതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ആ അധ്യാപകരുടെ ജീവിതം ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോൾ ജയിൽ തടവുകാർക്ക് മുൻഗണന നൽകുന്നത് വിരോധാഭാസമാണ്. വിദഗ്ധ തൊഴിലാളിയായ ഒരു തടവുകാരന് ലഭിക്കുന്ന പരമാവധി വേതനം 620 രൂപയാണ്. അതായത് മാസം ഏകദേശം 18,600 രൂപ. ഇതിനൊപ്പം സൗജന്യ താമസം, ഭക്ഷണം, ചികിത്സ എന്നിവയും അവർക്ക് ലഭിക്കുന്നു. എന്നാൽ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് ലഭിക്കുന്ന ഓണറേറിയം മാസം വെറും 8,000 രൂപയാണ്. ഒരു ജനപ്രതിനിധിയേക്കാൾ അല്ലെങ്കിൽ ഒരു അധ്യാപകനേക്കാൾ സാമ്പത്തിക ഭദ്രത ജയിലിലെ കുറ്റവാളിക്ക് ലഭിക്കുന്നു എന്നത് തെറ്റായൊരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്. അതേസമയം തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചത് കാലോചിതമായ പരിഷ്കാരമാണെന്നാണ് EP ജയരാജന്റെ വാദം. ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാപങ്ങളല്ലേ? പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർക്കുന്നത്? അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനപ്രതി 369 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നിങ്ങളത് കേന്ദ്ര ഗവൺമെൻറ്റിനോടല്ലേ പറയേണ്ടത്? ഇത് വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം. ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം, സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിൻ്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? എന്ത് കാര്യത്തിനാ? ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെൻറ് എന്താ ചെയ്യുക? അതിൻ്റെ അകത്ത് ഇടപെടുകയല്ലേ ചെയ്യുക? എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? ഞാൻ പറയാം, നിങ്ങൾ പറയേണ്ടത് ഈ കുറഞ്ഞവർക്ക് വർദ്ധിപ്പിക്കാനല്ലേ പറയേണ്ടത്? ആശാ വർക്കർമാർ, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർ, മറ്റ് വർക്കേഴ്സ്, അവർക്ക് പോരാ കൂലി, അതല്ലേ പറയേണ്ടത്. ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ എന്തിനാ എതിർക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തൊഴിലുറപ്പാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഇതിൻ്റെ മിനിമം വേജസ് നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവരത് മാറ്റി മിനിമം വേജസ് കൊടുക്കണം. മുഴുവൻ ആളുകൾക്ക് മിനിമം വേജസ് കൊടുക്കണം. ആ നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേലെയല്ലേ സമ്മർദ്ദം ചെലുത്തേണ്ടത്? അതൊന്നും പറയാതെ ഈ പാവം ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ ലൈഫ് ജീവപര്യന്തം ആ ജയിലിനകത്തല്ലേ. അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനാ എതിർക്കുന്നത്? തടവുകാരും മനുഷ്യരാണെന്നും ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ജീവിക്കുവാൻ ഒരു തുക കയ്യിലുണ്ടാകണമെന്നും കരുതുന്നത് നല്ലതാണ്. എന്നാൽ ഈ പാവം എന്ന വിശേഷണം ഇരകളാക്കപ്പെട്ടവരുടെ വേദനയെ വിസ്മരിച്ചുകൊണ്ടാകരുത്. കൊലപാതകവും ബലാത്സംഗവും പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് സാധാരണക്കാരനായ ഒരു തൊഴിലാളിയേക്കാൾ ഉയർന്ന വേതനം നൽകുന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തോടുള്ള വെല്ലുവിളിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 369 രൂപയും ആശാ വർക്കർമാർക്ക് 400 രൂപയും നൽകുന്ന സർക്കാർ ഇവർക്ക് വേതന വർധനവ് ആവശ്യപ്പെടുമ്പോൾ മാത്രം സംസ്ഥാനത്തിന്റെ ഭാരിച്ച കടബാധ്യത ഓർക്കുന്നു. സർക്കാരിന്റെ ഖജനാവിൽ നിന്നല്ല ഇവർക്ക് ശമ്പളം നൽകുന്നത് എന്നാണ് ഇവരുടെ എതിർവാദം. ജയിലിനുള്ളിൽ തടവുകാർ നിർമ്മിക്കുന്ന ചപ്പാത്തി, ചിക്കൻ കറി, വസ്ത്രങ്ങൾ എന്നിവ വിൽക്കുന്നതിന്റെ ലാഭവിഹിതത്തിൽ നിന്നുമാണ് ശമ്പളമെന്നാണ് വിശദീകരണം. തുകയുടെ 50% തടവുകാരന്റെ ഭാര്യയ്ക്കും
മക്കൾക്കും ബാക്കി 30% ഇരയാക്കപ്പെട്ട കുടുംബത്തിനും ബാക്കിയുള്ള 20% മാത്രമാണ് തടവ് പുള്ളിക്ക് ലഭിക്കുന്നതുമെന്നാണ് ഇവരുടെ ന്യായീകരണം. എന്നാൽ ഒന്ന് ചോദിച്ചോട്ടെ, തടവുകാരെ പാർപ്പിക്കുന്നതിനും അവരെ നോക്കുന്നതിനുമായി നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആരാണ് ശമ്പളം കൊടുക്കുന്നത്? ഇവർ നിർമ്മിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ, ഫർണിച്ചറുകൾ എന്നിവ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ആരുടെ നികുതി പണം ഉപയോഗിച്ചാണ് വാങ്ങിയത്? ഇവരെ താമസിപ്പിച്ചിരിക്കുന്ന ജയിലുകൾ, ഇവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ സപ്പോർട്ട് എന്നിവ ആരുടെ ചെലവിലാണ്? ഇതിനൊക്കെ സർക്കാർ ഉത്തരം പറയണം. അധ്യാപകർക്കും ആശാ വർക്കർമാർക്കും തൊഴിലുറപ്പിന് പോകുന്നവർക്കും കുടുംബമുണ്ട്. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യയും മക്കളുമുണ്ട്. ഒരു ഭരണകൂടം കുറ്റവാളികളെ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ കുറ്റവാളിയായാൽ മികച്ച വേതനവും സുരക്ഷിതത്വവും ലഭിക്കും എന്ന അവസ്ഥ വരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരൻ നിത്യവൃത്തിക്ക് വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ജയിലിൽ സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നത് സാമൂഹികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. അധ്യാപകരെ അവഗണിക്കുന്നത് വഴി സർക്കാർ നൽകുന്ന സന്ദേശം ഗൗരവമാണ്. ഒരു വിജ്ഞാന സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ അധ്യാപകർക്ക് മാന്യമായ ജീവിത സാഹചര്യം ഒരുക്കണം. അവർ പട്ടിണിയിലാകുമ്പോൾ വിദ്യാഭ്യാസ നിലവാരം തകരും. ഇത് ഭാവിയിൽ കൂടുതൽ കുറ്റവാളികൾ ഉണ്ടാകാൻ മാത്രമേ കാരണമാകൂ. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ പരിഗണിക്കുന്നതിനേക്കാൾ ഊർജ്ജസ്വലതയോടെ അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകണം. രാഷ്ട്രീയ നേതാക്കളുടെ ന്യായീകരണങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അവർ പാവങ്ങളാണ് എന്ന ലേബലിൽ കുറ്റവാളികളെ വെള്ളപൂശുന്നത് നിയമവ്യവസ്ഥയെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. തടവുകാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കായി പണം ലഭിക്കണം എന്നതിൽ തർക്കമില്ല. പക്ഷേ ആ തുക സാധാരണ തൊഴിലാളികളുടെ കൂലിയേക്കാൾ വർദ്ധിക്കരുത് എന്ന സാമാന്യ നീതി ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെയും സാധാരണ തൊഴിലാളികളെയും നിരാശപ്പെടുത്തുന്നതാണ് സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ്. കോടതി വിധികൾ ഉണ്ടായിട്ടും അധ്യാപകർക്ക് ശമ്പളം നൽകാത്ത സർക്കാർ തടവുകാരുടെ കാര്യത്തിൽ കാട്ടുന്ന ഈ അമിത ശുഷ്കാന്തി ജനാധിപത്യപരമായ വിവേചനമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ ജയിലിനുള്ളിൽ കൂടുതലായതുകൊണ്ടോ ആണ് ഈ നയമെന്ന് സാധാരണക്കാരൻ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. മാനുഷിക പരിഗണനകൾ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. എന്നാൽ അത് നീതിയുക്തമാകണം. അധ്വാനിക്കുന്നവനും നിയമം അനുസരിക്കുന്നവനും പട്ടിണി കിടക്കുമ്പോൾ നിയമം ലംഘിക്കുന്നവന് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുന്നത് ഒരു ഭരണകൂടത്തിന് ചേർന്നതല്ല. കേരള സർക്കാർ ഈ ഉത്തരവ് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുൻഗണനയോടെ വർഷങ്ങളായി ശമ്പളം ലഭിക്കാത്ത അധ്യാപകരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ തുടങ്ങിയവരുടെ വേതനം കാലോചിതമായി പരിഷ്കരിക്കണം. ജനപ്രതിനിധികളുടെ ഓണറേറിയം അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഉയർത്തണം. വെറുപ്പല്ല, സ്നേഹമാണ് നാടിനെ നയിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ തന്നെ അനീതിയല്ല, നീതിയാണ് ഒരു സർക്കാരിന്റെ മുഖമുദ്രയാകേണ്ടത്. അധ്യാപകനെ പട്ടിണിക്കിട്ട കുറ്റവാളിയെ ഊട്ടുന്ന രീതി പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണ്. ഈ വിചിത്രമായ കേരള മോഡൽ തിരുത്തപ്പെടേണ്ടതുണ്ട്.